ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. പോസ്റ്റ് എത്തിക്കണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകത്തില്ല. അതുപോലെ ടൈംലെസ് ആണ്. എപ്പോൾ നിങ്ങൾ കാണുന്നോ അപ്പം മുതൽ നിങ്ങൾക്കൊരു വാലിഡ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഫസ്റ്റ് സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഒരു വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾ, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ നിൽപ്പ് തന്നെ. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അയാൾ വളരെ ഒരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് ചെല്ലും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആകുമെന്നൊരു പ്രതീക്ഷയിലിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ദെൻ മൂൺ എനർജിയാണ്. പ്രതീക്ഷയുണ്ട്, അതിനോടൊപ്പം തന്നെ പേടിയുണ്ട്. ആങ്സൈറ്റി, പേടി, അതുപോലെ അയാൾക്കൊരു മായക്കാഴ്ച പോലെയാണ് തോന്നുന്നത്. അതായത് നിങ്ങളെ ചിലപ്പോൾ ചില സമയത്ത് അയാൾ ഓർക്കുമ്പോൾ അയാൾക്ക് നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട്, ചില സമയത്ത് വല്ലാത്തൊരു പേടിയും തോന്നുന്നുണ്ട്. അത് കാരണം മേ ബി ഇയാൾക്ക് നിങ്ങളെക്കുറിച്ച് കുറേ മിസ്റ്ററീസ്, അവരറിയാത്ത കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്നായിരിക്കാം. നിങ്ങളറിയാത്ത കുറേ രഹസ്യങ്ങൾ അവർക്ക് ഉണ്ടെന്നുള്ളതായിരിക്കും. അപ്പോൾ അവരുടെ കള്ളത്തരം വെളിപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ഓൾറെഡി ചിലപ്പോൾ അവരുടെ ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞപ്പോഴായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ അത് അയാൾ പേടിക്കുന്നുണ്ട്. തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് അയാൾക്ക് വല്ലാത്ത ഭയമുള്ളതുപോലെയാണ് കാണുന്നത്. അതുപോലെ അയാൾക്ക് നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് തോന്നൽ വരുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു ഡിപ്രസീവ് മൈൻഡിലേക്കൊക്കെ അയാൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ സൺ കാർഡാണ്. ഇത് ഈ ഫ്ലക്ച്വേറ്റിംഗ് എനർജിയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം ഡെപ്തിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അത്രത്തോളം ഇൻഡെപ്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലാണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് എനർജീസ് വരുന്നത്. ചിലപ്പോൾ ചിലർ കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ട് നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. പക്ഷേ നിങ്ങളങ്ങനെ നോ പറഞ്ഞു പോവില്ല എന്നൊരു തോന്നൽ അയാൾക്കുണ്ട്. അതായത് പലപ്പോഴും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, വീണ്ടും റീയൂണിയൻ വന്നിട്ടുണ്ടാവും, പല പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അയാളിൽ ഇനിയും അത് പഴയതുപോലെ ആകും എന്നുള്ളൊരു ചിന്തയിൽ അയാളിരിക്കുന്ന പോലെയാണ് കാണുന്നത്. സൺ കാർഡാണ്. അപ്പോൾ എല്ലാം പുതിയതുപോലെ തുടങ്ങാൻ പറ്റും. ഒരു പുതിയ തുടക്കമുണ്ട്, പുതിയൊരു ഉദയമുണ്ട്. ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയെപ്പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട്. ദെൻ 5 ഓഫ് കപ്സ്. എന്തൊക്കെയായാലും നഷ്ടപ്പെട്ടു പോയതിനോർത്ത് അയാൾക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അയാൾ കടുത്ത നിരാശയിലിരിക്കുന്നതായിട്ടും ഒരുപാട് വേദനിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ പറഞ്ഞു പോയ വാക്കുകൾ ഓർത്തിട്ടായിരിക്കാം, ചെയ്തു പോയ ന്യായമില്ലായ്മകളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചിട്ടുള്ള അനീതി ഓർത്തിട്ടായിരിക്കാം അയാൾക്കിപ്പോൾ കടുത്ത നിരാശയും വേദനയും വിഷമവും ഡിപ്രഷനും ഉള്ളതുപോലെ കാണുന്നുണ്ട്. അത് മൂൺ കാർഡിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ചതിച്ചിട്ടാണ് ഇയാൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിച്ചതാവാം. മറ്റാളുകൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നിരിക്കും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ 7 ഓഫ് സോഡ്സ് പറഞ്ഞത് അയാൾ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ചതിച്ച് കടന്നു പോയി എന്നതിലാണ് ഇയാളുടെ ആ വിഷമം മുഴുവൻ. നിങ്ങളെ ചതിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ഈ 5 ഓഫ് കപ്പിലോട്ടാണ് ഈ 7 ഓഫ് സോഡ്സ് നോക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് കടുത്ത നിരാശയും വേദനയും ഉള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ചതിച്ചിട്ട് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് അയാൾക്ക് കടുത്ത വേദനയും നിരാശയും. നിങ്ങളോടത് ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 100% കൊടുത്തിട്ടായിരിക്കും ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഒരു പരിഗണന തിരിച്ച് നിങ്ങളോട് ചെയ്തില്ല എന്നൊരു കുറ്റബോധം അയാൾക്കിപ്പോൾ തോന്നുന്നതായിട്ടാണ് കാണുന്നത്. ജഡ്ജ്മെൻറ്റലാണ്. അയാൾക്കൊരു ഇപ്പോൾ ഒരു എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തിരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും, വരണോ വേണ്ടയോ, വന്നാൽ എന്താകും. ഇപ്പോൾ ഒരുപാട് വേദനകൾ പരസ്പരം കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ അകന്നു പോയിട്ടുള്ളത്. ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ, ഉള്ള കാര്യങ്ങൾ എക്സാജറേറ്റ് പറയുക, അല്ലെങ്കിൽ പല വാദപ്രതിവാദങ്ങളും മുറിവുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട് എങ്ങനെ ഇത് തിരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂസിങ് എനർജിയിലാണ് അയാളിപ്പോൾ നിൽക്കുന്നത്. ദെൻ 10 ഓഫ് വാൺസ് ആണ്. ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി, ഇതെങ്ങനെയും ഒന്ന്
തലേന്ന് ഒഴിവായാൽ മതി എന്നാണ് അയാളിപ്പോൾ വിചാരിക്കുന്നത്. കാരണം അയാൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഇപ്പോൾ ഈ ബന്ധം എന്ന് പറയുന്നത്. ഒരു ഓവർ ബേർഡൻ എന്ന് തന്നെ പറയാം. അയാൾക്ക് ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അയാൾ സ്ട്രഗിൾഡാണ്. അയാളുടെ ജീവിതത്തിൽ തന്നെ അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഈ പ്രശ്നം കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അയാൾ മൊത്തത്തിൽ സ്ട്രഗിളിംഗ് ആണ്, വല്ലാതെ സ്ട്രഗിൾഡാണ്. അയാൾക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമായിട്ടാണ് കാണുന്നത്. അയാളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒരുപാട് അപ്പുറത്തുണ്ട്, പക്ഷേ അങ്ങോട്ടൊന്നും അയാൾക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. കാരണം അയാൾ റിലേഷൻഷിപ്പിനകത്തും ഈ പ്രശ്നത്തിനകത്തും സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണ് കാണുന്നത്. ദെൻ വേൾഡ് കാർഡാണ്. ഇയാൾ ഒരു പ്രതീക്ഷ, എപ്പോഴും ഒരു പ്രതീക്ഷയാണ്. ഇത് എൻ്റെ പോയി എന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ, എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഇല്ല, അതെൻ്റെ പാവത്തിൽ അത് സക്സസ്ഫുൾ ആയിട്ട് വീണ്ടും തിരിച്ചു വരുമെന്നും അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൺസ് ആണ്. അയാൾ നിങ്ങളെ ശരിക്കും ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷത തന്നെ മാറിയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഒരു രൂപസവിശേഷത തന്നെ മാറിയിട്ടുണ്ടാവും. മുടിയൊക്കെ നിങ്ങൾ വെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കുന്ന, വളരെ ഒരു രാജ്ഞിയുടെ തലത്തിലേക്കൊക്കെ, ക്വീൻ ഓഫ് വാൺസ് ആണ്, പാഷനെ ചേസ് ചെയ്ത് പോകുന്ന ഒരു രാജ്ഞിയുടെ എനർജിയിലേക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഫുൾ ആപ്റ്റിറ്റ്യൂഡും മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ വേഷ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മാറിയിട്ടുണ്ടാവും. ആറ്റിറ്റ്യൂഡ് എല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ഇപ്പോൾ നിങ്ങൾ മറ്റൊരാളായിട്ടാണ് തോന്നുന്നത്. നിങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഉയർന്നു പോയി എന്നാണ് അയാളിപ്പോൾ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഹീറോഫൻ്റ് ആണ്. ഹീറോഫൻ്റെ മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ശരിക്കും അയാൾ വോണ്ടഡ് തന്നെയാണ്. അയാൾക്കിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ നാണക്കേടുണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ വീണ് പോയതായിട്ടും വിശ്വാസവഞ്ചന, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മറ്റുള്ള ആളുകൾ ഒരുപാട് കൂരമ്പുകൾ ചെയ്തതായിട്ടും അയാൾ തളർന്നു വീണായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ അയാൾക്ക് ഉയർത്തി എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അയാൾ വീണ് കിടക്കുന്നതായിട്ടും അയാൾക്ക് എഴുന്നേറ്റ് തന്നെ നെഗറ്റീവ് തോട്ട്സിൽ നിൽക്കുന്നതായിട്ടുമാണ് തോന്നുന്നത്. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യം അല്ല. ഇയാൾക്ക് സമയമെടുക്കും. ഇയാൾക്ക് ഇനിയിപ്പോൾ ഇയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ പോലും ഇയാൾക്ക് മറ്റുള്ളവരെ ഭയമായിരിക്കും. അപ്പോൾ ആ ഭയം നിങ്ങളെ മാത്രം കൺവിൻസ് ചെയ്യുക എന്നുള്ളതല്ല, മറ്റുള്ളവരെയും കൂടെ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 10 ഓഫ് സോർഡാണ്. അയാൾ ഒരു പെയിൻഫുൾ എൻഡിങ്ങിലേക്ക് വന്നിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി അയാൾ എഴുന്നേറ്റ് വരുമ്പോൾ അയാൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉള്ളതുപോലെയാണ് കാണുന്നത്. ലാസ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ബട്ട് സ്റ്റിൽ അയാൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് അയാൾ കാത്തു നിൽക്കുന്നു. അയാൾ ഒരുപാട് എഫേർട്ട് അയാളും ഈ റിലേഷൻഷിപ്പിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് അയാൾക്കും പറ്റുന്നില്ല, അയാൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അയാളും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളും വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ബോട്ടം വന്നിട്ടുള്ളത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അയാൾ വല്ലാതെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.